ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നുള്ള വീഡിയോസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ടുള്ള ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമായി. ആ പരിപാടി കാരണമല്ല കേട്ടോ, മഞ്ഞ് കാരണം നമുക്ക് തൊണ്ട കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഡോക്ടറെ കാണിക്കലും മെഡിസിൻ കഴിക്കലും ചൂടുവെള്ളം പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നിനും പറ്റിയിരുന്നില്ല. ഇപ്പം ഇന്നലെ മുതലാണ് വലിയ കുഴപ്പമില്ല, മെഡിസിനൊക്കെ നിർത്തി കുഴപ്പമില്ല എന്നുള്ള ലെവലായത്. അതിൻ്റെ പിള്ളേർക്കും മൂക്കടപ്പും ജലദോഷവും കഫക്കെട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അത്രയും വൈകിയത്. അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പഴീൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വീട് മൊത്തം ഒന്ന് ക്ലീനിങ് ആണ്. അപ്പോൾ കുറേ ഒരു വലിയൊരു ക്ലീനിങ് നടത്തിയിട്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ്ങാണ് കേട്ടോ. അപ്പോൾ പുറത്ത് ഫ്രണ്ടിൽ മാത്രം ഒന്ന് വൈറ്റ് അടിക്കുന്നുണ്ട്, വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടനും സുഖവും ഒക്കെ കൂടിയിട്ടാണ് വൈറ്റ് അടിക്കുന്നത്. പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ അതിന് ശേഷം ഞാനെന്താ നമ്മളെ റൂമൊന്ന് പെട്ടെന്നൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. വിരിപ്പും പുതപ്പൊന്നും മടക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, നേരെ അങ്ങോട്ട് വലിച്ചിടുമായിരുന്നു ബെഡിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മൊത്തം ക്ലീനിങ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാനും വിനിതയും കൂടി വിചാരിച്ചത്. കാരണം നാളെ കഴിഞ്ഞ മറ്റന്നാളാണ് പരിപാടി. ഇത് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തോടെ മൊത്തം ക്ലീനിങ് കണ്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്ക് ഫ്രീ ആവണം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഫ്രീ ആവണം എന്ന് വെച്ചാൽ നമുക്ക് വേറെയും പരിപാടികളുണ്ടല്ലോ, കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അത് കാരണം നമ്മൾ ക്ലീനിങ് ഇന്നത്തോടാണ്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ പന്തൽ പണിക്കാർ വന്നിട്ടുണ്ട്, ഒരു പന്തലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് പോയി, പാത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ എല്ലാ പ്രാവശ്യവും ഇവിടെ എന്ത് പരിപാടിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പന്തലിടാറ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്, എല്ലാ പ്രാവശ്യവും നമ്മൾ ഹാളിൽ വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യാറ്. അപ്പോൾ പ്രാവശ്യം ഇവളുടെ പിറന്നാൾ നമ്മൾ പുറത്ത് വെച്ചിട്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്നായി കാണാമല്ലോ. അപ്പോൾ ആ ഒരു സൈഡിൽ ഒരു പ്രത്യേക കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചതിന് ശേഷം അവിടെ സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിട്ടാ. സ്റ്റേജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പം പെയിൻ്റൊക്കെ കൊടുത്തപ്പം വീടിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ല അലങ്കോലമായിരുന്നു കേട്ടോ, പിള്ളേർ കുത്തി വരച്ചിട്ടൊക്കെ. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വൈറ്റാണ്, എത്ര കാലം അങ്ങനെ നിൽക്കുമെന്ന് അറിയില്ല. പിന്നെ അത് പിറ്റേ ദിവസം ഞാനും ഏട്ടനും കൂടെ നമ്മളെ കുഞ്ഞിപ്പെണ്ണിന് കമ്മലെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞി ജിമിക്ക് കണ്ടപ്പോൾ ഏട്ടന് ഇതന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ വേറൊരു ഇലക്കമ്മലാട്ടോ കണ്ടത്, അത് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതിന് കുഞ്ഞിതല്ലേ, അപ്പോൾ അതിന് എന്തിനാ വലിയ കമ്മൽ, ഇത് തന്നെ അതിന് ഭംഗി ഉണ്ടാവുക പറഞ്ഞു. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ വന്ന പടം ഞങ്ങൾക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾക്ക് കുഞ്ഞു മുഖത്തിന് കുഞ്ഞ് ജിമിക്കിട്ടപ്പോൾ പൊതുവേ ജിമിക്കിയിട്ടൊരു പ്രത്യേക ഭംഗിയാലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാനും ഏട്ടനും ചക്കരും കൂടിയിട്ട് അവിടെ നിന്ന് നേരെ ബനാന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യെല്ലോ സ്റ്റോർ ഉണ്ടല്ലോ, അവിടെ പോയി കുറേ ഞാൻ വിചാരിക്കുന്നു ഇവിടെ നിന്നൊരു ഷെയ്ക്ക് കുടിക്കണം. ഷെയ്ക്കിൻ്റെ മാത്രം കടയാണല്ലോ. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഒരു ഷെയ്ക്കൊക്കെ കുടിച്ചു. പാറുട്ടിയും ദേവട്ടിയും ട്യൂഷന് പോയ സമയത്തായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവരറിയില്ല. അപ്പോൾ അവർക്ക് ഷെയ്ക്ക് നമ്മൾ പാഴ്സൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഷെയ്ക്കിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഷെയ്ക്കൊക്കെ പാഴ്സൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിച്ചക്കൻ്റെ മൂട്ടിയൊക്കെ പിടിച്ച് വലിച്ച് മൂട്ടിയൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഷെയ്ക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് പരിപാടിയുടെ പിറ്റേ ദിവസമാണ് കേട്ടോ. അത് ബിരിയാണിയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാളിൽ തന്നെ കേട്ടോ സെറ്റ് ചെയ്തത്. അതിനുശേഷം ഞാനിതാ കുഞ്ഞിപ്പെണ്ണിനൊരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഡോൾ കേക്ക് ഉണ്ടാക്കണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ക്രീമൊക്കെ തേക്കണം വിചാരിച്ചു. അപ്പോൾ ഒട്ടും സമയമില്ല. അപ്പോൾ ഞാൻ നാളെ നേരത്തെ എണീറ്റിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പീസൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.